ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെഗ സ്റ്റഡീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 10ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ 3ാമത്തെ ചാപ്റ്ററായ റെയിൻ ബസേരെ മേ എന്ന പാഠഭാഗം പരിചയപ്പെടാം. ഇതിലാദ്യം ഒരു പ്രവേശന പ്രവർത്തനം നൽകിയിട്ടുണ്ട്. ഒരു കുട്ടി ഭൂമിയുടെ മാപ്പ് നോക്കി നിൽക്കുന്നതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുകളിലൊരു ചോദ്യവും നൽകിയിട്ടുണ്ട്. ഇസ് ഖൂബ്സൂരത്ത് അവർ വിശാൽ ദുനിയാമേം സബ്സെ പെഹലെ ആപ് കഹാ ജാന ചാഹേംഗെ. ഈ വിശാലവും സുന്ദരമായ ഭൂമിയിൽ നിങ്ങൾ ആദ്യം എങ്ങോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്? ക്യോം, എന്തുകൊണ്ടാണ്? ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം എങ്ങോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്, അത് എന്തുകൊണ്ടാണ്? കൂട്ടുകാർക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാൻ അറിയാമെങ്കിൽ എഴുതാം, അറിയില്ല എങ്കിൽ ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരവും കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. റെയിൻ ബസേരെ മേ, ഇതൊരു യാത്രാ വിവരണമാണ്. റെയിൻ ബസേരെ മേ എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ അർത്ഥം? റെയിൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ടീച്ചറെ, റെയിൻ എന്ന് പറഞ്ഞാൽ മഴ എന്നാണോ കൂട്ടുകാർ മനസ്സിൽ വിചാരിച്ചത്? എന്നാൽ അതല്ല കേട്ടോ. റെയിൻ എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ രാത്ത് എന്നാണ് അർത്ഥം. റെയിൻ ബസേരെ മേ എന്ന് പറഞ്ഞാൽ രാത്ത് ബിതാനെ കാ സ്ഥാൻ, രാത്രി ചിലവഴിക്കാനുള്ള ഇടം, അല്ലെങ്കിൽ നൈറ്റ് ഷെൽട്ടർ എന്നൊക്കെ പറയും. ഇത് എഴുതിയിരിക്കുന്നത് അമൃത് ലാൽ വേഗഡ് ആണ്. അദ്ദേഹം സഞ്ചാര സാഹിത്യം എഴുതുന്ന ഹിന്ദിയിലെ റൈറ്ററാണ്. നമ്മുടെ SK പൊറ്റക്കാടനെയൊക്കെ പോലെ. നമുക്ക് ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കാം. തീരെ തീരെ നർമ്മദ അമൃത് ലാൽ വേഗഡ് की നർമ്മദ പദയാത്രാओं का വൃത്താന്ത് ഹേ. തീരെ തീരെ നർമ്മദ എന്ന് പറഞ്ഞത് അമൃത് ലാൽ വേഗഡിൻ്റെ നർമ്മദ പദയാത്രകളുടെ വിവരണമാണ്. നർമ്മദ തീരത്തുകൂടി അദ്ദേഹം പദയാത്ര ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടുണ്ട്. അതിൻ്റെ യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട്. നർമ്മദയുടെ തീരത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തെ പറ്റിയൊക്കെ നമ്മുടെ അമൃത് ലാൽ വേഗഡ് എഴുതിയിട്ടുണ്ട്. പ്രഥമ പദയാത്ര ഉन्होंने अपनी 50 साल की आयु में सन 1977 में की. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പദയാത്ര തുടങ്ങുന്നത് 50ാമത്തെ വയസ്സിലും അത് അവസാനത്തെ പദയാത്ര ചെയ്തത് 2009 इन 33 वर्षों के दौरान की गई करीब 4000 കിലോമീറ്റർ की പദയാത്രओं का വൃത്താന്ത് ഹേ തീരെ തീരെ നർമ്മദ. ഇദ്ദേഹം ഈ 33 വർഷങ്ങൾ കൊണ്ട് 4000 കിലോമീറ്റർ പദയാത്ര നടത്തിയതിൻ്റെ വിവരണമാണ് ഈ തീരെ തീരെ നർമ്മദ എന്ന വർക്കിൽ അല്ലെങ്കിൽ ബുക്കിലുള്ളത്. ഈ സിൽസിലെ മേ ആപ്കെ സഹായക് ചോട്ടു കെ സാത്ത്, ഈ യാത്രകളിൽ തൻ്റെ സഹായിയായ ചോട്ടുവിൻ്റെ കൂടെ 13 ഒക്ടോബർ 1997 നടത്തിയ പദയാത്രയുടെ വിവരണമാണ് നിങ്ങൾക്കിവിടെ പഠിക്കാനായി നൽകിയിട്ടുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. രാത് കോ തോടി ദേർ കെ ലിയെ മേ ബാഹർ നികലായ, രാത്രിയിൽ കുറച്ച് സമയത്തേക്കായി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അവർ ആകാശ് തലേ ബഡ് ഗയ, എന്നിട്ടോ ആകാശത്തിൻ്റെ താഴെ അല്ലെങ്കിൽ ആകാശത്തിൻ്റെ ചുവട്ടിലായി ഇരുന്നു. താരെ ഏസെ ലഗ് രഹേ ദേ മാനോ കിസീനെ ആകാശ് മേം സഫേദ് തിൽ ബിഖർ ദിയേ ഹോ. രാത്രി എങ്ങനെ കാണപ്പെട്ടു? രാത്രിയല്ല, നക്ഷത്രങ്ങൾ. താരെ ഏസെ ലഗ് രഹേ ദേ, നക്ഷത്രങ്ങൾ എങ്ങനെ കാണപ്പെട്ടു? മാനോ കിസീനെ, ആരോ ആകാശത്ത് സഫേദത്തിൽ വെളുത്ത എള്ള്, സഫേദത്തിൽ വെളുത്ത എള്ള്,
അവിടെ വേർഡ് മീനിങ് എഴുതി വെച്ചിട്ടുണ്ട്, കൂട്ടുകാർ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. ആകാശത്തിൽ ആരോ വെളുത്ത എള്ള് വാരി വിതറിയതുപോലെ കാണപ്പെട്ടു. ചാന്ദ് നഹീന്ത ഇസ്ലിയെ താരെ ഖുൽക്കർ സാമനെ ആ ഗയേ ഥേ. നക്ഷത്രങ്ങൾ വ്യക്തമായി കാണാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? ചാന്ദ് നഹീത, ആകാശത്ത് ചന്ദ്രനില്ലായിരുന്നു, അതുകൊണ്ട് നക്ഷത്രങ്ങളെ വളരെ വ്യക്തമായി കാണപ്പെട്ടു. അടുത്ത പാരഗ്രാഫിലും സൂര്യനെയും ചന്ദ്രനെ പറ്റിയൊക്കെ തന്നെയാണ് പറയുന്നത്. നോക്കാം. സൂരജ് ചൽത്താഹെ അകേല. സൂര്യൻ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ഒറ്റയ്ക്കാണ്. താരെ ചൽത്തേഹെ ജമാഅത്ത് മേ. നക്ഷത്രങ്ങളോ കൂട്ടത്തോടെ സഞ്ചരിക്കുന്നു. ഇതൊക്കെ നമുക്കറിയാം ടീച്ചറെ എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. ബാക്കി കൂടെ നോക്കാം. അമാവാസ് കി രാത്ത് കോ താരോങ്ക ഫണ്ടാര ഫർത്താഹെ. അമാവാസിയിൽ എന്താണ്? നക്ഷത്രങ്ങളുടെ സമൂഹം തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ്? അമാവാസിയിൽ ചന്ദ്രൻ ഉണ്ടാവില്ല ആകാശത്ത്, അപ്പോൾ നക്ഷത്രങ്ങളുടെ കൂട്ടം നമുക്ക് കാണാൻ കഴിയും. ദിൻക ആകാശ് ഹൗസ് ഓഫ് ലോഡ്. രാത് ക ആകാശ് ഹെ ഹൗസ് ഓഫ് കോമൺസ്. ഇവിടെ പകലിൻ്റെ ആകാശം എങ്ങനെയാണെന്നാണ് റൈറ്റർ പറയുന്നത്. ദിൻക ആകാശ്, പകലിൻ്റെ ആകാശം ഹൗസ് ഓഫ് ലോഡ് പോലെയാണ്. ഹൗസ് ഓഫ് ലോഡ് എന്നിവിടെ ഉദ്ദേശം എന്താണ്? ടീച്ചറെ, ലോഡെന്ന് പറഞ്ഞാൽ ദൈവമെന്നല്ലേ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? എന്നാൽ ഇവിടെ അങ്ങനെയല്ല അർത്ഥം. ഹൗസ് ഓഫ് ലോഡ്, ആകാശത്തിൻ്റെ, പകൽ സമയത്ത് ആകാശത്തിൻ്റെ ലോഡ് ആരാണ്? ആകാശത്തിൻ്റെ ഉടമസ്ഥൻ? പകൽ സൂര്യനാണ്, രാത്രി നക്ഷത്രങ്ങളും. ഇത്രയേ ഇവിടെ പറയുന്നുള്ളൂ. പകൽ സമയത്ത് ദിൻക ആകാശ്, രാവിലെ ആകാശത്തിൻ്റെ ലോഡ് സൂര്യനും രാത്രി നക്ഷത്രങ്ങളുമാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. സുബഹ് ആകെ ബഡെ. അതെ, പ്രഭാതമായി കഴിഞ്ഞു. പഗഡണ്ടി ഏക്കാക്ക് ഖതർനാക്ക് ഹോ ഗയേ. പഗഡണ്ടി കഴിഞ്ഞ വർഷം പഠിച്ച വാക്കാണ്. എന്താണ്? ഓർമ്മയുണ്ടോ? പഗഡണ്ടി ഒറ്റയടി പാത. പഗഡണ്ടി ഖതർനാക്ക് ഹോ ഗയേ. ഒറ്റയടി പാതകളെല്ലാം എങ്ങനെയായി തോന്നി? വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് ഉള്ളത്. സരാ ചുക്കെ ഓർ സീതേ പാനി മേ. കാലൊന്ന് ചൂക്ന അല്ലെങ്കിൽ ചൂക്ക് എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഗൽത്തി എന്നാണ് അർത്ഥം. ഒറ്റയടി പാതകൾ അത്രയ്ക്കും ചെറുതാണ്. ഒന്ന് കാലിടറിയാൻ എങ്ങോട്ട് വീഴും? സീതേ പാനി മേ, വെള്ളത്തിലേക്ക് വീഴും. പതലി ഹോത്തെ ഹോത്തെ വഹ് ലുപ്ത് ഹോ ഗയി. ഒറ്റയടി പാത ചെറുതായി വന്ന് അത് ഇല്ലാതായി. ഖടി ചടായി ചടുക്കർ മുഷ്കിൽ സെ ഊപ്പറായേ. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കയറ്റം കയറി റൈറ്റർ മുകളിലെത്തി. ഈ നടക്കുന്നത് എവിടെ കൂടെയാണ്? നമ്മളിവിടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. ഇത് നർമ്മദ തീരത്ത് കൂടെ റൈറ്റർ പദയാത്ര നടത്തുകയാണ് അല്ലേ. അപ്പോൾ ചെറിയൊരു പാതയിൽ കൂടി അദ്ദേഹം എങ്ങനെയോ മുകളിലേക്ക് കയറി. ലേക്കിൻ ഊപ്പർ ന ഗഡ്വാഡ് ദി ന പകടണ്ടി. വലിഞ്ഞ് മുകളിൽ കയറിയപ്പോഴോ അവിടെ ഒരു ഒറ്റയടി പാതയുമില്ല, ഒരു കോട്ടയുമില്ല. അവർ പിന്നെന്തുണ്ടായിരുന്നു? അവർ ബാദൽ ഥേ. അവിടെ കുറേ കാർമേഘങ്ങളെ കാണാൻ കഴിഞ്ഞു. കി ഹമേ ലഗാതാർ ധംകാ രഹേ ഥേ. ആ മേഘങ്ങളാണെങ്കിലോ നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. മേഘങ്ങൾ എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? ഒന്നുമില്ല, കാർമേഘങ്ങൾ നിറഞ്ഞിട്ട് മഴ പെയ്യാൻ പോകുന്നു, ഇത്രയേ ഉള്ളൂ. വേ സിമട്ട് കർ ഘനെ കാലെ മേഘോമേ പരിവർത്തിത് ഹോ രഹേ ഥേ. ഈ മേഘങ്ങളെല്ലാം കൂടി സിമട്ട് കർ എന്ന വാക്കും കഴിഞ്ഞ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഗാന്ധിജിക്ക് ഖടി
ചോരി ചലി ഗയി ആ പാഠത്തിൽ പഠിച്ചതാണ്. സിമട്ടന ചുരുണ്ടുകൂടുക. അപ്പോൾ ഈ മേഘങ്ങളെല്ലാം ചുരുണ്ടുകൂടി എന്തായി? കാലേ മേഘോമേം പരിവർത്തിത് ഹോ ഗയി, മഴമേഘങ്ങളായി മാറിക്കൊണ്ടിരുന്നു. കഫിഫി ബരസ് സക്തേതെ, എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. കഹി ഏക് ആദ്മി തക്ക് നസർ നഹി ആ രഹാദ, ചുറ്റും നോക്കി ഒരു മനുഷ്യനെ പോലും കാണുന്നതുമില്ല. കിസി തരഹ് പത്തോട പഹുഞ്ചെ, എങ്ങനെയെങ്കിലും അവർ പത്തോടയിൽ എത്തിച്ചേർന്നു. നർമ്മദയുടെ തീരത്തെ ഒരു സ്ഥലമാണ് ഇവിടെ പത്തോട എന്ന് ഉദ്ദേശിച്ചത്. പത്തോട എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ്. അവരെങ്ങനെയോ പത്തോടയിൽ എത്തിച്ചേർന്നു. किसी तरह पतोड़ा पहुँचे, रोज़ की अपेक्षा आज हम आधा ही चल पाए थे, എന്നത്തെയും അപേക്ഷിച്ച് ഇന്ന് പകുതി മാത്രമേ നടന്നിട്ടുള്ളൂ. ലേക്കിൻ പാനി കെ ഡർ സെ ഇസി ഗാവ് മേ രുക്നാ പടാ. പാനി കെ ഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് കൂട്ടുകാരെ ഉദ്ദേശിക്കുന്നത്? മഴ പെയ്യുമോ എന്നുള്ള പേടിയിൽ നിന്നാണ് ഇവിടെ അർത്ഥം കേട്ടോ. മഴ പെയ്യുമോ എന്ന് പേടിച്ച് അവർ ആ ഗ്രാമത്തിൽ തന്നെ നിൽക്കേണ്ടതായിട്ട് വന്നു. ആരാണ്? നമ്മുടെ റൈറ്ററിന്. കുച്ച് ലോഗോനെ മിൽക്കർ ഗാവ് മേ ഏക് മന്ദിർ ബൻവായാ ഹേ, അവിടെ ആ ഗ്രാമത്തിൽ കുറച്ച് ആളുകളെല്ലാം ചേർന്ന് ഒരു മന്ദിർ അമ്പലം ഉണ്ടാക്കിയിരുന്നു. അഭി മൂർത്തിക്ക് സ്ഥാപന നഹി ഹുയി, അമ്പലമുണ്ടാക്കിയെങ്കിലും അവിടെ വിഗ്രഹം സ്ഥാപിച്ചിട്ടില്ലായിരുന്നു. मंदिर के बरामदे में लोहे का जाली वाला दरवाज़ा है, അമ്പലത്തിൻ്റെ വരാന്തയിൽ ഇരുമ്പ് അഴികൾ കൊണ്ടുള്ള വാതിലാണ് ഉണ്ടായിരുന്നത്. मंदिर की देख रेख करने वाले ग्रामीण ने उसे हमारे लिए खोल दिया. मंदिर की देख रेख करने वाला लोग എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? ക്ഷേത്രം സംരക്ഷിക്കുന്ന ആൾക്കാരാണ്. അവർ അവിടുത്തെ ഗ്രാമീണരായിരുന്നു. അവർ ഈ റൈറ്ററിനും സഹായിക്കും വേണ്ടി അവിടെ അന്ന് രാത്രി ചിലവഴിക്കാൻ വേണ്ടി അതിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു. ആജ് യഹി വരാംദ ഹമാരെ റെയിൻ ബസാര ഹെ, ഇന്ന് ഈ വരാന്തയാണ് നമ്മുടെ നൈറ്റ് ഷെൽട്ടർ. റെയിൻ ബസേര നമ്മളെ പാടത്തിൻ്റെ പേരാണല്ലേ. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെയാണ് ചിലവഴിക്കുന്നത്. പാനി ലാനെ കേലിയെ ബാൾട്ടി ദി, പിന്നെ ഗ്രാമീണർ എന്തൊക്കെ ചെയ്തു കൊടുത്തു? വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ബക്കറ്റ് നൽകി. ഫർഷ് പർ ബിഛാനെ കേലിയെ എക്ക് ബഹുത്ത് ബഡി ദരി ദി, തറയിൽ വിരിച്ച് കിടക്കാൻ വേണ്ടി വലിയ ഒരു പരവതാനി നൽകി. അവർ സദാ വ്രത് കേലിയെ ഫി പൂച്ച, ലേക്കിൻ വഹ് ഹമാരെ പാസ് പര്യാപ്തത, എന്നിട്ട് സദാവ്രത് ചോദിച്ചു. എന്താണ് കൂട്ടുകാരെ സദാവ്രത്? എപ്പോഴും വ്രതമെടുത്തുകൊണ്ടിരിക്കാനാണോ ചോദിച്ചത്? അല്ല. ഇവിടെ സദാവ്രതം എന്ന് പറഞ്ഞാൽ യാത്രക്കാർക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതി അവിടുത്തുകാർക്കുണ്ടായിരുന്നു. യാത്രക്കാരൊക്കെ വന്ന് തങ്ങിയാൽ അവർക്ക് എന്ത് സഹായവും ചെയ്തു കൊടുക്കുന്ന ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. അത് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് തിരക്കിയതാണ്. പക്ഷേ യാത്രയ്ക്കിറങ്ങുമ്പോൾ അത്യാവശ്യം വേണ്ടി ഇദ്ദേഹം ഒരു സഞ്ചാരിയാണല്ലേ, അപ്പോൾ അദ്ദേഹം അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ നമ്മുടെ റൈറ്റർ പറഞ്ഞു, വേണ്ട, ഹമാരെ പാസ് പര്യാപ്ത് ത, നമ്മുടെ കയ്യിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ചോട്ടു ബാഹർ ഖാന ബനാ രഹാദ, തൻ്റെ സഹായിയായ ചോട്ടു വെളിയിൽ ആഹാരം ഉണ്ടാക്കുകയാണ്. ദാൽ തോ ബൻ ഗയി ദി, പരിപ്പ് വെന്തു. വഹ് ഗാഗഡ് ബനാ രഹാദ, ഗാഗഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? ഗോതമ്പ് കൊണ്ടുള്ള ഒരു
ഭക്ഷണമാണ്. റോട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഗാഗഡ് എന്ന് പറയുന്നത്. പരിപ്പ് തയ്യാറാക്കി പിന്നെ അദ്ദേഹം ഗാഗഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കി പാനി ആകയ, അപ്പോൾ വെള്ളം കൊണ്ടുവന്നു. പ്രായഃ സഫി खेतों में या तो सोयाबीन कट रहा था या कटे हुए सोयाबीन के ढेर लगे हैं. इस पानी से किसानों को भारी नुकसान हो रहा है. അതായത് ചോട്ടു ആഹാരം ഉണ്ടാക്കി കഴിഞ്ഞു, ഗാഗഡും ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ മഴ പെയ്തു. പക്ഷേ ഈ മഴ കൊണ്ട് അവിടെ താമസിച്ചിരുന്ന കർഷകർക്ക് വളരെ വലിയ നാശമാണ് ഉണ്ടായത്. അവരുടെ കൃഷി എന്തായിരുന്നു? ഖേത്തോമേ തോ സോയാബീൻ കട്ട് രഹാ ഥാ, സോയാബീനാണ് അവിടെ നട്ടിരുന്നത്. അതിൻ്റെ വിളവെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ വിളവെടുത്ത് അതിൻ്റെ സോയാബീൻಗೆ ഠേർ ലഗേതെ, സോയാബീൻ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഈ സോയാബീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ, അതിനകത്ത് 20% ഈർപ്പം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ വിത്തുകളെല്ലാം പെട്ടെന്ന് നശിച്ചു പോകും. ഇസ് പാനീസെ, ഈ പാനി എന്ന് ഉദ്ദേശിക്കുന്നത് മഴയെന്നും കൂടെയാണ്, കൺഫ്യൂഷൻ വരാതെ നോക്കുക. ഈ മഴയത്ത് കൃഷിക്കാർക്ക് വളരെ വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കിസി തരഹ് ചോട്ടൂനെ ഗാഗഡ് ബനാ ലിയ, എങ്ങനെയൊക്കെ നമ്മുടെ ചോട്ടു ഗാഗഡ് ഉണ്ടാക്കി. ഖാന ഖാക്കർ, ആഹാരം കഴിച്ച്. തോട ആരാം കർക്കെ, കുറച്ച് വിശ്രമിച്ചിട്ട്. ജബ് സോനെ ലഗ, ഉറങ്ങാൻ തുടങ്ങി. അപ്പോഴോ തബ് തക്ക് പാനി ബന്ദ് ഹോ ചുക്കാ ഥാ, അപ്പോഴേക്കും മഴയും തീർന്നു. ബാഹർ ബിജ്ലി കാ ബൾബ് ജൽ രഹാ ഥാ, മഴ തീർന്നെങ്കിലും മുറ്റത്ത് മിന്നലിൻ്റെ ബൾബ് കത്തുന്നുണ്ടായിരുന്നു. മിന്നലിൻ്റെ ബൾബ്, പുറത്ത് മിന്നലടിക്കുന്നുണ്ടായിരുന്നു. രാത് കോ ജബ് മേ ഉടാ തോ मेरे पैर के पास खाली दरी पर एक आदमी गुड़ी मुड़ी पड़ा था. അപ്പോൾ ഈ റൈറ്ററാണ് പറയുന്നത്, രാത് കോ ജബ് മേ ഉടാത്തോ, രാത്രിയിൽ താൻ എണീറ്റ് നോക്കിയപ്പോൾ മേരെ പൈരോങ്കെ പാസ്, തൻ്റെ കാലിൻ്റെ അടുത്ത്, ഖാലി ദരീമേം, അതായത് പരവതാനി വിരിക്കാത്ത സ്ഥലത്ത്, അതായത് വെറും തറയിൽ, എക് ആദ്മി, ഒരു മനുഷ്യൻ, ഗുടി മുടി പടാത, എന്താണ് ഗുടി മുടി, ഒരാൾ തറയിൽ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു. ഉസ്നെ കുച്ച്ഫി ഓഠാ നഹീദ, അദ്ദേഹം ഒന്നും പുതച്ചിട്ട് ഇല്ലായിരുന്നു, പുതപ്പൊന്നും ഇല്ലായിരുന്നു. ലേട്ടെ ബഡ്ബഡ് രഹാദ, കിടന്നുകൊണ്ട് തന്നെ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. മാനോ കഹാനി സുനാ രഹാഹോ, റൈറ്ററല്ലേ, പിറുപിറുക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് കഥ പറയുന്നതായിട്ട് തോന്നി. ഫിർ ഏകാക്ക് സോരോംസെ ഹസ്നെ ലഗ, കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉറക്കത്തിൽ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ബീച്ച് മേം രാമായൺ കി ചൗപ്പായി പോലത്തെ, പിന്നെ അതിനിടയ്ക്ക് രാമായണത്തിൻ്റെ 4 വരി ശ്ലോകങ്ങളൊക്കെ അങ്ങ് ചൊല്ലാൻ തുടങ്ങി. ഷായദ് പാഗൽദ, അപ്പോഴാണ് റൈറ്ററിന് ബോധം വന്നത്, അദ്ദേഹം ഒരു ഭ്രാന്തനായിരുന്നു. മേ ചുപ് ചാപ്പ് സോഗയ, ഇതൊക്കെ കണ്ടിട്ട് പിന്നെ റൈറ്റർ പോയി മിണ്ടാതെ കിടന്നുറങ്ങി. ബാക്കി നോക്കാം. തോടി ദേർ കെ ബാദ് വഹ് ഉടുക്കർ ബാഹർ ചലാ ഗയ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ ഭ്രാന്തനാണ്, അയാൾ എണീച്ച് പുറത്തേക്ക് പോയി. ലേക്കിൻ ജൽദി ഹി വാപ്പസായ, എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരികെ വന്നു. ദർവാസെ പർ ഖടാ ഹോക്കർ ഗുർറായ, എന്നിട്ടോ വാതിലിൽ വന്ന് നിന്നിട്ട് അലറി. ഗുർറായ, സിംഹമൊക്കെ ഗുർറ് വയ്ക്കത്തില്ലേ, അതങ്ങ് ഓർമ്മിച്ചാൽ മതി. അദ്ദേഹം വന്നിട്ട് ഗുർറ് അലറി. കോൺ ഹോ തും ലോഗ്,
നിങ്ങളൊക്കെ ആരാണ്? യഹാം കൈസെ ഗുസ് ഗയെ, ഇവിടെ എങ്ങനെയാണ് അതിക്രമിച്ച് കയറിയത്? നിരീഹ് സെ ദിഖ്നെ വാലെ ഇസ് ആദ്മീനെ ഏകാഏക് വികരാൽ രൂപ് ധാരൺ കർ ലിയ. ആദ്യമേ നിഷ്കളങ്കനായി തോന്നിയ ഈ മനുഷ്യൻ പെട്ടെന്ന് തന്നെ വികരാൽ രൂപം, ഒരു ഭീകരമായ രൂപം ധാരൺ കിയ, ഒരു ഭീകര രൂപം സ്വീകരിച്ചു. അബ് വഹ് ബെഹദ് ഗുസ്സെ മേ ഥാ, ഇപ്പോഴയാൾ വളരെ ദേഷ്യത്തിലാണ്. ബെഹദ് ഗുസ്സെ, വളരെ ദേഷ്യത്തിലാണ്. ഹംനെ കോയി ജവാബ് നഹീ ദിയ, അദ്ദേഹം അലറിയിട്ടും ഇവർ റൈറ്റർ സഹായമൊന്നും മിണ്ടാതെ ഇരുന്നു. വഹ് സോർ സെ ചീഖ, ഇതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം, അതായത് ഭ്രാന്തൻ, ഒന്നുകൂടി ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് കേട്ടപ്പോൾ ഹം ലോഗ് ഉഡ് ബൈഠെ, റൈറ്റർ സഹായം കൂടെ എഴുന്നേറ്റിരുന്നു. मैंने कहा जिन्होंने यह मंदिर बनवाया है उन्होंने हमें यहाँ ठहराया है. देखिए यह दरी और यह बाल्टी भी उन्होंने ही दी है. ഈ അമ്പലമുണ്ടാക്കിയ ആൾക്കാർ തന്നെയാണ് ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ചത്. നോക്കൂ, യഹ് ദരി, ഈ പുതപ്പും യഹ് ബാൾട്ടി, ബക്കറ്റുമൊക്കെ അവരാണ് തന്നത്. ലേക്കിൻ വഹ് പാഗൽ ജോദ, പക്ഷേ അയാൾ ഇത് കേട്ടിട്ട് അദ്ദേഹം ഭ്രാന്തനായിരുന്നല്ലോ. അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി? ഊൽ ജലൂൽ ബഗ്നെ ലഗ, പുതിയ വാക്ക് വന്നിട്ടുണ്ടല്ലേ. ഊൽ ജലൂൽ എന്താണ്? ബേക്കാർക്കി ബാത്തേ കഹ്ന, അതായത് വേണ്ടാത്ത വർത്തമാനങ്ങളൊക്കെ ഭ്രാന്തനങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പനെ ആപ്കോ, എന്തൊക്കെയാണ് പറഞ്ഞാൽ നോക്കാം ഭ്രാന്തൻ. അപ്പനെ ആപ്കോ CID ഇൻസ്പെക്ടർ ബതാനെ ലഗ, അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരാണ്? CID ഇൻസ്പെക്ടറാണ്. ക്യാ സമജ്തേ ഹോ മേ സാദേ വേഷ് മേ രഹ്കർ ചോരോം കാ പതാ ലഗാതാ ഹും, ഞാൻ സാധാരണക്കാരൻ്റെ വേഷത്തിൽ വന്നിട്ട് കള്ളന്മാരെ തിരിച്ചറിയാറുണ്ട്, അല്ലെങ്കിൽ കള്ളന്മാരെ കണ്ടുപിടിക്കാറുണ്ട്. പിന്നെ ഉസ്കെ സവാൽ ബേസിർ പയർ കേദേ, എന്നിട്ട് ഒത്തിരി ചോദ്യമൊക്കെ ചോദിച്ചു. ഒന്നിനും തലയും വാലും ഒന്നും ഇല്ലായിരുന്നു. ഇതിനൊന്നും ഉത്തരം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ റൈറ്റർ സഹായം കൂടെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നു. ജവാബിന് ദേത്തേത്തോ, ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ അന്തം വിട്ടിരുന്നപ്പോൾ നമ്മുടെ ഭ്രാന്ത എന്താ ചെയ്തേ? ചാബൂക്ക് സെ മാർനേക്ക് ധംകി ദേത്ത, ചാട്ടവാറ കൊണ്ട് അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇസ്ലിയെ മേം കൊയ്ന കൊയ് ജവാബ് ദേത്താ രഹ, അതുകൊണ്ട് റൈറ്റർ എന്തൊക്കെയോ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. വഹ് ലഗാത്താർ ചീക്ക്താ ചില്ലാത്താ രഹ, അദ്ദേഹം തുടർച്ചയായിട്ട് നിലവിളിച്ചുകൊണ്ടുവരുന്നു ഈ ഭ്രാന്തൻ. ബീച്ച് ബീച്ച് മേം ഹവാമേം ഏസെ ഹാത്ത് ഗുമാത്ത മാനോ ഹാത്തുമേം കോടാ ഹോ, നിലവിളിക്കുന്നതിൻ്റെ കൂടെ വായുവിൽ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഖുമാന, അങ്ങോട്ടും ഇങ്ങോട്ടും ചുഴറ്റുമായിരുന്നു. ഏത് രീതിയിൽ? കയ്യിൽ ചാട്ടവാർ, നേരത്തെ ഒരു വാക്ക് പറഞ്ഞല്ലോ, ചാബൂക്ക്, അതേ വേർഡ് തന്നെയാണ് ഈ കോട എന്ന് പറഞ്ഞത്. കയ്യിൽ ചാട്ടവാറ് കൊണ്ട് അടിക്കുമല്ലോ, ആ ഒരു രീതിയിൽ കൈ വീശുന്നുമുണ്ടായിരുന്നു. ജബ് ഉസ്കി നാരാസ്കി बढ़ जाती तब उसका चेहरा क्रोध से विकृत हो उड़ा, ഭ്രാന്തൻ്റെ ദേഷ്യം കൂടുന്തോറും ആ മുഖവും വികൃതമായിക്കൊണ്ടിരുന്നു. മേനെ അപ്നെ ആപ്കോ കാഫി ഇത്തന അസഹായ അനുഭവ് നഹി കിയ, റൈറ്റർ തന്നെ ഇത്രയും നിസ്സഹായാവസ്ഥയിൽ ഇതുവരെ അങ്ങനെ ഒരവസ്ഥ അനുഭവിച്ചിട്ടില്ല, ഇത്രയും നിസ്സഹായനായി തോന്നിയിട്ടില്ല. ലാച്ചാർ ഹം ഉസ്കി ധ്വംസ് സഹത്തെ രഹേ, പാവം നമ്മൾ അയാളുടെ ഭീഷണികൾ സഹിച്ചുകൊണ്ടേയിരുന്നു. പാസ് പടോസ് മേ കൈ ഘർ ദേ, അടുത്തൊക്കെ ധാരാളം വീടുകളുണ്ടായിരുന്നു. ഹമാരി സഹായത കേലിയെ ക്യോം കോയി, നമ്മളെ സഹായിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ്, ക്യോം കോയി
ആ നഹി രഹ, എന്തുകൊണ്ടാണ് ആരും വരാത്തത്. ക്യാ കോയി സമജ്താ നഹി കി ഹമാരാ സാത്ത് ക്യാ ഹോ രഹാ ഹെ, എന്താ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മുടെ അടുത്തിപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് അവരാരും അറിഞ്ഞു കാണില്ല. ഏസാ ലഗ്താ താ മാനോ യഹ് രാത്ത് കഫി ഖതം ഹി നഹി ഹോഗി. റൈറ്റർക്ക് തോന്നി ഈ രാത്രി അവസാനിക്കാനേ പോകുന്നില്ല എന്ന്. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഈ കഥയും ഇപ്പോഴൊന്നും അവസാനിക്കാനേ പോണില്ല. ഇച്ചിരി വലിയ കഥയായതുകൊണ്ട് ഇവിടെ വെച്ച് ഇന്നത്തെ ക്ലാസ് തീർക്കുകയാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നുവെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.